ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി വലുതാണെന്നും ജാമ്യം നൽകാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രതിയുടെ മാനസിക നില പ്രശ്നമില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വളരെ ഗൗരവമുള്ള കുറ്റകൃത്യമാണ്, ഇതിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ തൻ്റെ മനോനില പരിശോധിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ സന്ദീപ് നേരത്തെ മുന്നോട്ട് വെച്ചതാണ്. അത് കോടതി മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത്, ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സന്ദീപ് ഹൈക്കോടതി നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിയുടെ മാനസിക നില പരിശോധിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശപ്രകാരം പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടായിരുന്നു പ്രതിയുടെ മാനസിക നില പരിശോധിക്കുകയും ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. ഇതിൽ പ്രതിയുടെ മാനസിക നിലയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്നതായിരുന്നു ആ റിപ്പോർട്ടിലെ പരാമർശം. ഇന്ന് സുപ്രീം കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഹർജിക്കാരൻ, അതായത് പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് സർക്കാർ നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തെറ്റാണ് എന്നതായിരുന്നു. പക്ഷേ അത് സുപ്രീം കോടതി മുഖവിലേക്ക് എടുത്തില്ല. റിപ്പോർട്ടിലെ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് സുപ്രീം കോടതി കടന്നത്. മാത്രമല്ല, പ്രതി ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി എത്രമാത്രമെന്നറിയാമോ എന്നുകൂടി ഹർജിക്കാരൻ്റെ അഭിഭാഷകരോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്നും ഇതിൻ്റെ ഗൗരവം വലുതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് ജസ്റ്റിസ് അഭയ് എസ് ഓഖ അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളുന്നത്. പ്രതിക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടായിരുന്നു അത്തരം നടപടിയിലേക്ക് കോടതി കടന്നത്. സാക്ഷി വിസ്താരം പൂർത്തിയായ ശേഷം ഹൈക്കോടതിയിൽ വേണമെങ്കിൽ ഒരു പുതിയ അപേക്ഷ ഈ ജാമ്യത്തിനായി നൽകാമെന്നും അറിയിച്ചു. മാത്രമല്ല, ഈ പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിചാരണ വേഗത്തിലാക്കണം എന്നൊരു ആവശ്യം വാക്കാൽ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ അതും കോടതി അംഗീകരിച്ചിട്ടില്ല. എന്തായാലും പ്രതി സന്ദീപിന് സുപ്രീം കോടതിയിൽ ആ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതി ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഒരു ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യ ആവശ്യം തള്ളിയിരിക്കുന്നത്. ശരി, വന്ദനദാസിന്റെ കൊലപാതകത്തിൽ പ്രതി സന്ദീപിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. വിചാരണ വേഗത്തിലാക്കണം എന്ന ആവശ്യം പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അതും അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല.